ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. കൊല്ലം കുംഭമാസത്തിലെ ചൂട് ഭയങ്കരമായിരുന്നു. മീനമാസത്തിൽ അതിഭയാനകമായ അസഹ്യമായ ചൂടാണ്. മിക്കവാറും പുഴകളൊക്കെ വറ്റാറായി. ഞങ്ങളുടെ ആലുവ പുഴ മാത്രമേ വറ്റാതെ ഇപ്പോഴും നെഞ്ചു പിടിച്ച് നിൽക്കുന്നുള്ളൂ. ആകെ ഒരു സമാധാനമുള്ള ഇതാണ്, എത്ര അറ്റ വറുതിയിലും വേനലിലും ആലുവ പുഴ വറ്റുകയില്ല, പെരിയാർ അങ്ങനെ സമുദ്രത്തിലേക്ക് തന്നെ ഒഴുകും എന്നുള്ളതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതനുസരിച്ച് ഈ സ്ഥാനമോഹികളുടെ ഉള്ളിലും കൊക്കും കാക്കയും പറക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടണം, ടിക്കറ്റ് കിട്ടണം, മത്സരിച്ചാൽ ജയിക്കണം. ആ ജയിക്കാനായിട്ട് എന്ത് മാർഗവും പാറ്റണം. ആളുകളെ വീട്ടിൽ ചെന്ന് കാണേണ്ടവരെ വീട്ടിൽ ചെന്ന് കാണണം. മതമേലധ്യക്ഷന്മാരെ കാണുമ്പോൾ മുട്ടുകുത്തണം, അല്ലെങ്കിൽ സമുദായ പ്രമാണിമാരെ കാണുമ്പോൾ അവരുടെ കൈമുത്തണം. എങ്ങനെയെങ്കിലും ഇവരുടെയൊക്കെ പിന്തുണ നേടിയെടുക്കണം, എങ്ങനെയെങ്കിലും ജയിച്ച് അധികാരത്തിലെത്തണം, 10 പുത്തനുണ്ടാക്കണം. ഇത്ര താല്പര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥാനാർത്ഥിയും ഈ വോട്ട് എവിടെന്നെങ്കിലും സമാഹരിച്ച് തരുമെന്ന് താല്പര്യമുള്ള, അല്ലെങ്കിൽ എന്ന് വിശ്വാസമുള്ള ആളുകളെ കാണാൻ, കാലുപിടിക്കാൻ, ഇനി മറ്റു തരത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയാണെങ്കിൽ ചെയ്യാനും വാഗ്ദാനങ്ങൾ നൽകാനും ഒക്കെ ഈ സമയം വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ താത്വികവും പ്രത്യയശാസ്ത്രപരവും ദാർശനികവുമായ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് തലേ ദിവസം വരെ തെറി പറഞ്ഞുകൊണ്ട് നടന്നവൻ്റെ വീട്ടിൽ പോയി കാല് പിടിക്കാനും ഒരു മടിക്കയില്ല. ഇതൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. ഞാനിപ്പോൾ പറയാൻ വന്നത്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് SDPI എന്ന് പറഞ്ഞ വളരെ സമാധാനപ്രേമികളായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇഫ്താർ വിരുന്ന് ഉണ്ടായി. ഇഫ്താർ വിരുന്ന് പല പാർട്ടികളും നടത്തും. ലീഗുകാർ നടത്തും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തും, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖജനാവിൽ നിന്ന് കാശ് ചിലവാക്കി നടത്തും, മറ്റ് പല ആളുകളും നടത്തും. അത് നമ്മുടെ നാട്ടിൽ പതിവുള്ളൊരു കാര്യമാണ്. പക്ഷേ SDPIയുടെ ഇഫ്താറിൽ പൊതുവെ ആളുകൾ പങ്കെടുക്കാൻ മടിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ കിട്ടാനുള്ള വോട്ട് പോയാലോ എന്ന് വിചാരിച്ച്. കാരണം ഈ സംഘടനയെക്കുറിച്ച് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നല്ല അഭിപ്രായമല്ല ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തകരാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ആ ഒരു തൂലികാ നാമത്തിൽ സമീപ നാൾ വരെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നത്. അവരുടെ പ്രവർത്തനം അത്ര തന്നെ ശ്ലാഘനീയമല്ല, അഭിനന്ദനാർഹമല്ല എന്ന് തോന്നിയുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് അവരെ നിരോധിച്ചത്. അതിനുശേഷം ഈ പ്രവർത്തകരെ എല്ലാവരും SDPI എന്ന പേരിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൈവെട്ടുക, കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് ഇവർ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഘടനയുടെ, ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇഫ്താർ മീറ്റിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ നിയുക്ത സ്ഥാനാർത്ഥി സഖാവ് CP ജോൺ പങ്കെടുത്തു. പിന്നെ കോൺഗ്രസ് നേതാവും മറ്റൊരു സ്ഥാനമോഹിയുമായ, ഇനി ഇവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് പോയി കളയും എന്ന് ഭീഷണി മുഴക്കിയിട്ട് BS ശിവകുമാർ പങ്കെടുത്തു. പിന്നെ കോൺഗ്രസ് നേതാവ് MM ഹസൻ പങ്കെടുത്തു. ഹസൻ പിന്നെ എവിടെ വിളിച്ചാലും പോകും, വിളിച്ചില്ലെങ്കിലും പങ്കെടുക്കും. അങ്ങനത്തെ ജനകീയനായ ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതൊക്കെ പുള്ളി പണ്ടേ നിർത്തി. പക്ഷേ ഇങ്ങനെ ഫ്രീ ആയിട്ട് സാപ്പാട് കിട്ടുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഹസനുണ്ടാവും. ഈ പറഞ്ഞ ഇഫ്താർ വിരുന്നിലും ഹസനുണ്ടായി. പിന്നെ അവിടെ പങ്കെടുത്തതിൽ ചില പ്രമുഖ വ്യക്തികളെന്ന് പറയുന്നത് K മുരളീധരനാണ്, വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുരളിക്ക് പണ്ടും SDPIയോട് അങ്ങനെ തൊട്ടുകൂടായ്മയൊന്നുമില്ല. തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, SDPIയുടെ വോട്ടല്ല ആരുടെ വോട്ടും സ്വീകരിക്കും എന്ന്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. വട്ടിയൂർക്കാവിൽ അതേ SDPIക്കാരുടെ, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ, മറ്റ് സകല തീവ്രവാദികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തത്. പിന്നെ ഇടതുപക്ഷത്ത് നിന്ന് നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പങ്കെടുത്തു. ശിവൻകുട്ടി വെറുതെ പങ്കെടുക്കുകയല്ല, അദ്ദേഹം ഒരു പച്ച ഷർട്ട് ഇട്ടുകൊണ്ട് പരിപാടിയിൽ പങ്കെടുത്ത് അതിനെ വമ്പിച്ച വിജയമാക്കി. അവിടെ വന്ന ബാക്കി എല്ലാ CPMകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും വെള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത്. പക്ഷേ ശിവൻകുട്ടി അദ്ദേഹം ഒരു പച്ച കുപ്പായം ഇട്ട് അവരെ വളരെയധികം സന്തോഷിപ്പിച്ചു. SDPIക്കാരെങ്കിലും ഇനി നിയമമണ്ഡലത്തിലുണ്ടെങ്കിൽ അവരുടെ വോട്ട് കൃത്യമായിട്ട് ശിവൻകുട്ടിയാണ് തന്നെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി. ഇങ്ങനെയാണ് ജീവിക്കാൻ പഠിച്ച ആളുകൾ. അവർ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയും, അല്ലെങ്കിൽ മതതീവ്രവാദത്തെ തള്ളിപ്പറയും. അത് കഴിഞ്ഞ ശേഷം കൈവെട്ടുകാരുടെ കൂടെ ഇരുന്നിട്ട് നിർവ്യാജം പോത്തിറച്ചി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മതേതരവാദികളെ കൂട്ട് നമ്മുടെ കേരള സംസ്ഥാനം വളരെയധികം സമ്പന്നമായിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ജയിച്ചാലും തോക്കാൻ പോകുന്ന വോട്ടർമാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതുപോലുള്ള ആളുകളൊക്കെ ജയിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന മുദ്രാവാക്യം തിരിച്ചു വരുമോ എന്നാണ് നമ്മുടെയൊക്കെ ഒരാശങ്ക.